എല്ലാവർക്കും നമസ്കാരം. ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ലീന. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കർമ്മത്തിൻ്റെ 3 ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്നുകൂടി അവയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞ വീഡിയോയിലേക്ക് കടക്കാം. കർമ്മം 3 വിധത്തിലുണ്ട്: ക്രിയാത്മക കർമ്മം, സഞ്ചിത കർമ്മം, പിന്നെ പ്രാരാബ്ധ കർമ്മം. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ക്രിയാത്മക കർമ്മമാണ്. എല്ലാ കർമ്മത്തിനും തതുല്യമായ ഫലം നേടിത്തന്ന് അത് ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നു. എന്നിരുന്നാലും ചില കർമ്മങ്ങളുടെ ഫലം ലഭിക്കാൻ കാലതാമസം എടുക്കും. ചില ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അല്ലെങ്കിൽ ജന്മങ്ങൾ. ഇത്തരത്തിൽ ഫലം ലഭിക്കാതെ എന്നാൽ ഫലം ലഭിക്കാൻ കാത്ത് നിൽക്കുന്ന കർമ്മങ്ങളാണ് സഞ്ചിത കർമ്മങ്ങൾ. ഇത്തരം സഞ്ചിത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ട സമയമെത്തുമ്പോൾ അതിനുവേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഒരുക്കിയെടുക്കുന്ന ആ കർമ്മമാണ് പ്രാരാബ്ധ കർമ്മം. അങ്ങനെ സഞ്ചിത കർമ്മം പ്രാരാബ്ധ കർമ്മത്തിലൂടെ നിറവേറ്റപ്പെട്ട് ഫലം ലഭിച്ച് തൃപ്തി അടയുന്നു. അതായത് എല്ലാ കർമ്മത്തിനും ഫലം നിശ്ചയമാണ്. പാപകർമ്മം ചെയ്യുന്നവർക്ക് നാശമായിരിക്കും ഫലം. ഫലം ലഭിച്ചു കഴിയുമ്പോൾ ചെയ്ത പാപത്തിൻ്റെ ശക്തിയും ക്ഷയിച്ചു പോകുന്നു. ഇനി നമുക്ക് പുതിയ ഭാഗങ്ങളിലേക്ക് പോകാം. ഒരു ദിവസം മുഴുവൻ ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കാനാണ് ഒരു കർമ്മഫലം എന്നിരിക്കട്ടെ. ഒരാൾ സത്വഗുണശീലനാണെങ്കിൽ അയാളുടെ ഉപവാസം ഇപ്രകാരമായിരിക്കും: ഏകാദശി വ്രതം നോറ്റ് ആ ദിവസം മുഴുവൻ നാരായണ നാമം ജപിച്ച് ഉപവസിക്കും. അടുത്തയാൾ ത്രിഗുണങ്ങളിൽ രണ്ടാമത്തേതായ രജോ ഗുണശീലനാണെന്നിരിക്കട്ടെ. അയാളുടെ ഉപവാസം ഇപ്രകാരമായിരിക്കും. സന്ദർഭവശാൽ ചില പ്രാരാബ്ധങ്ങളിൽപ്പെട്ട്, ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ പോകും. അവിടെ സമയം ചിലവഴിച്ച ശേഷം വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ഓഫീസിൽ പോകും. വൈകി വീട്ടിലെത്തി കുട്ടികളുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അത് ചെയ്തു കൊടുത്ത് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കും. അങ്ങനെ ഫലം അനുഭവിച്ചു തീർക്കുന്നു. ഇനി അഥവാ തമോ ഗുണശീലനാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി ചെന്ന് വിളമ്പിക്കൊടുത്ത ആഹാരം നന്നല്ലെന്ന് പറഞ്ഞ് ഭാര്യയുമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. രാത്രി തിരിച്ചെത്തി ഭാര്യയോടും മക്കളോടും വഴക്കിട്ട് അടിയും തൊഴിയുമായി ഒന്നും കഴിക്കാതെ വെറും വയറോടെ ചെന്ന് കിടന്നുറങ്ങും. ഇങ്ങനെ ഒരു ദിവസം പട്ടിണി കിടന്ന് അയാൾ തൻ്റെ കർമ്മഫലം അനുഭവിച്ചു തീർക്കും. സത്വഗുണശീലൻ വ്രതമെടുത്ത് പട്ടിണി കിടക്കുന്നു. അപ്രകാരം പുണ്യപ്രാപ്തനാവുകയും ഒരു പുതിയ നല്ല കർമ്മം ചെയ്തതായി വിലയിരുത്തപ്പെടുകയും ചെയ്തു. രജോ ഗുണശീലൻ പ്രാരാബ്ധം മൂലമോ അല്ലെങ്കിൽ സാഹചര്യം മൂലമോ ഭാര്യയെയോ മക്കളെയോ നോക്കി അയാൾ അതുമൂലം പുതിയൊരു കർമ്മം ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു പാപകർമ്മത്തിന് പ്രാപ്തനാവുകയോ ചെയ്യുന്നില്ല. തമോ ഗുണശീലൻ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ദിവസം പട്ടിണി കിടക്കാൻ ഇടയാകുന്നു. ഒപ്പം പാപകർമ്മത്തിന് ഇരയാവുകയും ചെയ്തു. അതിൻ്റെ ഫലം ബാക്കിയായി കാലക്രമേണ പക്വത നേടി പ്രാരാബ്ധ രൂപത്തിൽ അയാളെ കൊണ്ട് അത് അനുഭവിപ്പിക്കാൻ തയ്യാറാകുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ പക്വത നേടി അല്ലെങ്കിൽ മെച്യൂർഡായി നമ്മെ സമീപിക്കുമ്പോൾ അത് അനുഭവിക്കാതിരിക്കാൻ നമുക്കാവില്ല. എന്നാൽ ഉപവാസം അല്ലെങ്കിൽ പട്ടിണി കിടക്കൽ എന്ന കർമ്മഫലം സത്വഗുണശീലനും രജോ ഗുണശീലനും തമോ ഗുണശീലനും അനുഭവിച്ചത് വെവ്വേറെ രീതികളിലാണ്. മറ്റൊരു കഥ കേൾക്കാം. മുൻപെന്നോ ഞാൻ ചെയ്ത ഒരു നല്ല കർമ്മം അന്നതിന് ഫലം ലഭിച്ചില്ല. അത് വർഷങ്ങൾക്കിപ്പുറം പക്വത നേടി എന്നിലേക്ക് എത്താൻ നിൽക്കുകയാണ്. ആ ഫലം 50,000 രൂപയായി എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാനത് അറിയുന്നില്ല. ഒരു ദിവസം രാത്രി ഒരാൾ എന്നെ വന്ന് കണ്ട് ഒരു നിർദ്ദേശം വെച്ചു. അച്ഛൻ തന്ന നിലത്തിൽ എൻ്റെ സഹോദരനുള്ള അവകാശം ഇല്ലാതാക്കി പകരം അയാൾക്ക് അവകാശം നൽകാൻ. അതിൻ്റെ പ്രതിഫലമായി അയാൾ 50,000 രൂപ നൽകാമെന്ന് പറഞ്ഞ് പണം നൽകി. ഞാനൊരു തമോ ഗുണശീലനാണെങ്കിൽ ഉറപ്പായും ആ പണം വാങ്ങി സഹോദരനെ ചതിച്ച് അവകാശം ആ പറഞ്ഞ ആൾക്ക് മാറ്റിക്കൊടുക്കും. അതോടെ എൻ്റെ ഏതോ കാലത്തെ നല്ല പ്രവൃത്തിയുടെ ഫലമായ ആ 50,000 രൂപ എന്നെ വന്നു ചേർന്നു. പക്ഷേ സഹോദരനെ ചതിച്ച പാപകർമ്മം പുതിയതായി വന്നു ചേർന്നു. തമോ ഗുണശീലൻ അല്ലെങ്കിൽ ആ പണം വാങ്ങുമായിരുന്നില്ല. സഹോദരനെ ചതിക്കാനും തയ്യാറാവില്ല. അതോടുകൂടി 50,000 രൂപ എന്നേക്കുമായി കിട്ടാതാവുമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? പക്ഷെ സത്യം എന്തെന്നാൽ ഈ 50,000 ഈ വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉറപ്പായും എന്നെ വന്ന് ചേരുമായിരുന്നു. അതും ഉടൻ തന്നെ. എന്നാൽ മാത്രമേ കർമ്മം ഫലം തന്ന് ശാന്തമാകുമായിരുന്നുള്ളൂ. അത് എന്നിൽ വന്ന് ചേരാനായി
എന്നെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞ ഓഫർ ഞാൻ സ്വീകരിച്ചില്ല എങ്കിൽ പോലും മറ്റൊരു വിധത്തിൽ ഈ പണം എന്നെ തേടി വരുമായിരുന്നു. സഹോദരനെ ചതിക്കുക എന്ന പാപകർമ്മം ഒഴിവാക്കാമായിരുന്നു. ഇനി ഞാനൊരു രജോഗുണശീലനാണെന്നിരിക്കട്ടെ, എൻ്റെ വീട് 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ഞാൻ തയ്യാറായി. എന്നിട്ട് പോലും ഒരാൾ വന്ന് 10,50,000 രൂപയ്ക്ക് വീട് വാങ്ങാൻ തയ്യാറായി. അങ്ങനെ 50,000 അധികം ലഭിച്ച് കർമ്മം ഫലം നൽകി ശാന്തമായി. എനിക്ക് രജോഗുണമല്ല സത്വഗുണമാണെങ്കിൽ പറഞ്ഞ വാക്കിൽ നിന്ന് 1 രൂപ അധികം വാങ്ങുമായിരുന്നില്ല. അപ്പോൾ കിട്ടേണ്ടിയിരുന്ന 50,000 രൂപ പുറകോട്ട് പോയി പിന്നീട് വീണ്ടും എന്നെ തേടി വന്നുകൊണ്ടിരിക്കും. എന്തായാലും രജോഗുണ സ്വഭാവക്കാർ ആരെയും ദ്രോഹിക്കാതെയും എന്നാൽ സ്വന്തം കാര്യം നോക്കുന്നവരുമാണ്. ഇവിടെ ഫലം അനുഭവിച്ചു. പുതിയ നല്ലതോ ചീത്തയോ ആയ കർമ്മം ആഡ് ചെയ്യപ്പെടുന്നുമില്ല. ഇനി ഞാനൊരു സത്വഗുണശീലനാണെന്നിരിക്കട്ടെ, ബസ് കണ്ടക്ടറായ എനിക്ക് ആഭരണങ്ങൾ അടങ്ങിയ ബാഗ് കിട്ടുന്നു. അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി അത് അയാളെ ഏൽപ്പിക്കുന്നു. അയാൾ സന്തോഷത്തോടെ ആദരവോടെ 50,000 രൂപ എനിക്ക് നൽകുന്നു. അതോടെ എൻ്റെ കർമ്മം ഫലം തന്ന് ശാന്തമാവുകയും ഒപ്പം ഒരു പുതിയ പുണ്യകർമ്മം ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മേൽപ്പറഞ്ഞ ഉപവാസത്തിൻ്റെ കഥയിലും 50,000 രൂപയുടെ കഥയിലും 3 തരം ആളുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണമുള്ളവരുടെ ജീവിത രീതി വ്യത്യസ്തമാണ്. ഏത് രീതിയിലായിരുന്നാലും ഫലം ലഭിക്കുമെന്നതിൽ സംശയമില്ല. ഇത്തരം ഗുണമുള്ളവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. സത്വഗുണമുള്ളവർ പറയുന്നത്, ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും ചെയ്യാനുള്ള കർമ്മം ഞാൻ ചെയ്യും. രജോ ഗുണമുള്ളവർ പറയും, ഞാൻ ചെയ്യുന്ന കർമ്മത്തിനുള്ള ഫലം എനിക്ക് കിട്ടണം. തമോ ഗുണമുള്ളവർ പറയുന്നത്, ആദ്യം ഫലം കിട്ടുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ചെയ്യാമെന്നാണ്. ഫലമില്ലാത്ത കർമ്മം ഞാൻ ചെയ്യില്ല. ഒരിക്കൽ ഒരു രാത്രി ഒരാളുടെ മകന് വല്ലാതെ ഒരു അസുഖം പെട്ടെന്ന് പിടിപെട്ടു. ആ പിതാവ് ഉടനെ ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് ഡോക്ടറോട് വിവരം പറഞ്ഞു. ഡോക്ടർ ഒരു സത്വഗുണശീലനായിരുന്നു. അതുകൊണ്ട് വിവരം അറിഞ്ഞതും വേഗം വേണ്ട സാമഗ്രികൾ എടുത്ത് വന്ന ആ ആളോടൊപ്പം തിരിച്ചു. ഇടയ്ക്ക് ആ പിതാവ് ഡോക്ടറോട് സന്ദർശനത്തിനുള്ള ഫീസ് എത്രയാണെന്ന് അന്വേഷിച്ചു. ആദ്യം നിങ്ങളുടെ മകൻ്റെ രോഗം മാറട്ടെ എന്ന് മാത്രം ഡോക്ടർ മറുപടി പറഞ്ഞു. സന്ദർശനത്തിനുള്ള ഫീസ് അദ്ദേഹത്തിന് ലഭിക്കുക തന്നെ ചെയ്തു. ഫീസ് ലഭിച്ചാലും ഇല്ലെങ്കിലും കുട്ടിയുടെ രോഗം മാറണമെന്ന വിചാരവുമായി ആ പിതാവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ കാരണം അദ്ദേഹം ഒരു സത്വഗുണശീലനായതുകൊണ്ടാണ്. ആ സ്ഥാനത്ത് രജോഗുണനാണ് ഡോക്ടറെങ്കിൽ സന്ദർഭ ഫീസ് 100 രൂപയാണ് എന്ന് പറഞ്ഞ് ഉറപ്പിക്കുമായിരുന്നു. അതേസമയം തമോ ഗുണശീലനാണെങ്കിൽ ആദ്യം സന്ദർശന ഫീസായി 100 രൂപ വാങ്ങിയ ശേഷം മാത്രമേ പരിശോധനയ്ക്കായി ഇറങ്ങുക പോലും ഉണ്ടായിരുന്നുള്ളൂ. ഈ 3 പേർക്കും ഫീസ് ലഭിക്കും. സത്വഗുണശീലന് നന്ദിപൂർവം സന്തോഷം കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി ഫീസ് നൽകുമെങ്കിൽ വെറുപ്പോടെയാവും തമോ ഗുണശീലന് നൽകുന്നത്. ഇനി ഈ 3 പേരും സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോയെന്നിരിക്കട്ടെ. സത്വഗുണശീലനായ ഡോക്ടറോടുള്ള കടക്കാരൻ്റെ സമീപനം വളരെ നല്ലതായിരിക്കും. നെയ്യാണ് വാങ്ങുന്നതെങ്കിൽ ഏറ്റവും നല്ലതെടുത്തു നൽകും. ഇനി വീട്ടിൽ ചെന്ന് അത് ഉപയോഗിച്ച് മോശമാണെന്ന് കണ്ടാൽ ബാക്കി നെയ്യ് തിരിച്ചെടുക്കാൻ തയ്യാറാണെന്നും തന്ന കാശ് മടക്കിത്തരുന്നതാണെന്നും പറയുന്നു. ഇനി രജോ ഗുണശീലൻ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ചെന്നെന്നിരിക്കട്ടെ. ബില്ലിൽ വ്യാപാരി വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുകയില്ലെന്ന് എഴുതി ചേർക്കും. വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പ്രോബ്ലം കണ്ടാലും ആ നഷ്ടം സഹിക്കുകയേ നിവൃത്തിയുള്ളൂ. കാരണം തിരിച്ചെടുക്കാൻ വ്യാപാരി തയ്യാറല്ല. ഇനി തമോ ഗുണന്റെ കാര്യം അതിലും കഷ്ടമാണ്. പണം കാണിക്കാതെ വ്യാപാരി സാധനങ്ങൾ പോലും കാണിക്കില്ല. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അയാൾക്ക് അനുഭവിക്കേണ്ട കർമ്മഫലങ്ങളും പക്വത നേടുന്നു, അതായത് തയ്യാറെടുക്കുന്നു. ആ ഫലങ്ങൾ അനുഭവിക്കാൻ ആണായി ജനിക്കണോ പെണ്ണായി ജനിക്കണോ, സമ്പത്തുള്ള വീട്ടിൽ ജനിക്കണോ ദരിദ്ര മാതാപിതാക്കൾക്ക് ജനിക്കണോ, അനുകൂലമായ ചുറ്റുപാടിൽ വളരണോ പ്രതികൂലമായ ചുറ്റുപാടുകളിൽ വളരണോ എന്നിങ്ങനെ ഏതിൽ നിന്ന് ആരിൽ നിന്ന് എങ്ങനെ എപ്പോൾ ഏത് സമയം വരെ എവിടെ ശുഭാശുഭ ക്രിയാത്മക കർമ്മം ചെയ്തുവോ അതിൽ നിന്നു തന്നെയാണ്, അപ്രകാരം തന്നെയാണ്, അതേ സമയം തന്നെയാണ്, അതേ സമയം വരെയാണ് ആ കർമ്മം നമ്മെ അനുഭവിപ്പിക്കാനായി വരുന്നത്. ഒരിക്കൽ ചെയ്തുപോയ കർമ്മം തിരുത്താനാവില്ല. മനുഷ്യൻ ജനിച്ച് 6 ദിവസത്തിനു ശേഷം വിധാതാവ്
അയാളുടെ ശിരസിൽ എഴുതാനെത്തുന്നുവെന്ന ഒരു പൊതുധാരണയുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ചെയ്ത കർമ്മം എത്രയാണോ അത്രയും അനുഭവിക്കേണ്ടത് പറ്റി മാത്രമേ വിധാതാവിന് എഴുതാൻ കഴിയൂ. അല്ലാതെ ആളെ നോക്കി അനുഭവിക്കേണ്ട ഫലം കുറയ്ക്കാനോ അധികരിപ്പിക്കാനോ വിധാതാവിന് കഴിയില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മപ്രവൃത്തിക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടവും. ആ കർമ്മപ്രവൃത്തി എന്തൊക്കെ, ഏതൊക്കെ, എത്ര എന്നെല്ലാം നിങ്ങളുടെ ജനനത്തോടൊപ്പം തന്നെ കുറിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ എത്ര തന്നെ ഉപായങ്ങൾ കണ്ടെത്തി പ്രയത്നിച്ചാലും അവ മാറ്റാനോ മായ്ച്ചു കളയാനോ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഒരു ഫലവും ഉണ്ടാവുകയുമില്ല. എങ്കിൽ പിന്നെ മനുഷ്യൻ പുരുഷാർത്ഥം ചെയ്യേണ്ടെന്നാണോ? എന്താണ് പുരുഷാർത്ഥം? അതിലെന്തെല്ലാം ഉൾക്കൊള്ളുന്നു? ഇതേക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, സ്നേഹം.